നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനി ഒറ്റഘട്ടം കൂടി മാത്രം. പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ തെക്കേ മുനമ്പായ കന്യാകുമാരിയിലെത്തി. ഇനി 45 മണിക്കൂർ ധ്യാനം വിവേകാനന്ദ പാറയിൽ. 7 ഘട്ടങ്ങളിലും വിശ്രമമില്ലാതെ പ്രചാരണ റാലികളിൽ സജീവമായി സംസാരിച്ചും തെരഞ്ഞെടുപ്പ് അജണ്ടകൾ മാറ്റിമറിച്ചും 3ാം വരവ് ഉറപ്പെന്ന് പ്രഖ്യാപിച്ച് ആത്മീയ ഇടവേളയിലേക്ക് കടക്കുകയാണ് മോദി. നിശബ്ദ പ്രചാരണ ദിവസം. എല്ലാ കണ്ണുകളും തന്നിലേക്ക് ആകർഷിച്ച് പ്രത്യക്ഷ പ്രചാരണമാണ് മോദി ഉദ്ദേശിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 400 പാർ എന്ന ലക്ഷ്യത്തിൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിലെത്തില്ലെന്ന തിരിച്ചറിവിലാണ് മോദി തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കുന്നതെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വാദം. 4-ാം തീയതിക്ക് ശേഷം മോദിക്കും അമിത്ഷായ്ക്കും ജോലി ഉണ്ടാകില്ലെന്ന് ഖർഗെ പറയുമ്പോഴും കർത്തവ്യപഥത്തിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ചർച്ചകൾ തുടങ്ങിവെക്കുന്ന ആത്മവിശ്വാസത്തിലാണ് BJP. മോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം 3ാം വരവിന് മുന്നോടിയോ? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി. വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞു. വിവേകാനന്ദ മണ്ഡപത്തിലെ ധ്യാന മണ്ഡപത്തിലായിരിക്കും അദ്ദേഹം ധ്യാനം ഇരിക്കുക. 45 മണിക്കൂറാണ് ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് 2 ദിനരാത്രങ്ങൾ ധ്യാനത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ധ്യാനം അവസാനിക്കുക. ഇപ്പോൾ തന്നെ ഇത് രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യ സഖ്യം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ ധ്യാനമാണെന്നാണ്. ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി VV അരുൺ ചേരുകയാണ്. അരുൺ, എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര മണിയോടുകൂടി വിവേകാനന്ദ പാറയിൽ എത്തി അവിടെ നിന്ന് വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു? 6 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെത്തിയത്. അതിനും 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഇവിടെ തമിഴ്നാട് ഗസ്റ്റ് ഹൌസിന്റെ ഹെലിപാഡിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി. വലിയ സുരക്ഷാ സന്നാഹങ്ങളുടെ, സുരക്ഷാ ക്രമീകരണങ്ങളുടെ 3 ഹെലികോപ്റ്ററുകളാണ് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ആ 3 ഹെലികോപ്റ്ററുകൾ ഒന്നിൽ അദ്ദേഹം അവിടെ വന്നിറങ്ങി. അതിനുശേഷം ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. അവിടെ ദീപാരാധന തൊഴുതു. അവിടെ നിന്ന് പ്രസാദവും വാങ്ങിയ ശേഷമാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടിയിലെത്തി അദ്ദേഹം പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത്. അവിടെ അദ്ദേഹം പടവുകൾ കയറി, വിവേകാനന്ദ പാറയുടെ പടവുകൾ കയറി വിവേകാനന്ദ മണ്ഡപത്തിലേക്ക്, അകത്തേക്ക്, ഈ പാറയുടെ ഉള്ളിലേക്ക് ധ്യാനമിരിക്കാനായി അദ്ദേഹം പോയി. ഏതാണ്ട് അരമണിക്കൂറേറെയാകുന്നു പ്രധാനമന്ത്രി അവിടെ എത്തിയിട്ട്. ഇനിയുള്ള 45 മണിക്കൂറോളം ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വിവേകാനന്ദ പാറയിൽ, ഏറെ ചരിത്ര പ്രസിദ്ധമായ, ഏറെ തന്ത്രപ്രധാനമായ കന്യാകുമാരി സ്ഥിതി ചെയ്യുന്ന ഈ വിവേകാനന്ദ പാറയിൽ, സ്വാമി വിവേകാനന്ദൻ തപസ്സനുഷ്ഠിച്ച, ധ്യാനമിരുന്ന അതേ പാറയിൽ ധ്യാനത്തിനെത്തുന്ന ആദ്യ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയുമായി നരേന്ദ്രമോദി ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റന്നാൾ വൈകുന്നേരം വരെ അദ്ദേഹം ഇവിടെ ഉണ്ടാകും. നാളെ ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ നിശബ്ദ പ്രചരണ ദിവസമാണ്. നിശബ്ദനായി അദ്ദേഹം ഇവിടെ ഈ വിവേകാനന്ദ പാറയിൽ തപസ്സിരിക്കുമ്പോൾ ആ നിശബ്ദത പോലും വലിയ രാഷ്ട്രീയ ആയുധമാണെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വിമർശനത്തിനപ്പുറം വലിയ ആശങ്കയോടെയാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. കാരണം ഇത് ഒരു കേവലം ആത്മീയമായ ഒരു യാത്രയല്ല, ആത്മീയതയുടെ ഭാഗമായുള്ള ഒരു ധ്യാനമല്ല, മറിച്ച് ഇതിനു മുന്നിൽ വലിയ വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് പ്രതിപക്ഷം ഭയക്കുന്നു. അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏശാതെ വന്നതുകൊണ്ട് ഒടുവിൽ വിവേകാനന്ദ പാറയിലെത്തുമ്പോൾ മറ്റൊരു ലക്ഷ്യങ്ങൾ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ കാണുന്നുവെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. അതുകൊണ്ടുകൂടിയാണ് അവർ ഇത്രയധികം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ള ഒരു നീക്കമല്ല മോദിയുടേതെന്ന് ഭരണപക്ഷം BJP കേന്ദ്രങ്ങൾ ആവർത്തിച്ച് പറയുന്നു. നരേന്ദ്രമോദി ആത്മീയതയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച, പിന്നീട് ജനനേതാവായി മാറിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇത്തരം ആത്മീയ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. അദ്ദേഹം ക്ഷേത്ര ദർശനങ്ങൾ, ഇത്തരത്തിലുള്ള ധ്യാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതചര്യയുടെ ഭാഗമാണ്. ദീർഘകാലം നീണ്ട, ഇത്രയും മാസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം, ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം കശ്മീർ മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം സഞ്ചരിച്ച് BJPക്ക് ഭരണത്തിലേക്ക് തുടർഭരണം വീണ്ടും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹം അക്ഷീണമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു.
അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഇടവേള അദ്ദേഹം ഇത്തരത്തിൽ വിശ്രമത്തിനും ധ്യാനത്തിനും ആത്മീയ തലങ്ങളിലേക്കും നീങ്ങാനുള്ള സമയമായി കാണുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല എന്നാണ് ബി.ജെ.പി. കേന്ദ്രങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും ഒരു ചരിത്ര നിമിഷമാണ്, ഒരു ചരിത്രമാണ് ഇവിടെ പിറക്കുന്നത്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇതാദ്യമായി വിവേകാനന്ദ പാറയിൽ, ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഈ മുനമ്പിലുള്ള കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 2 രാപകലുകൾ ധ്യാനമിരിക്കുന്നു എന്നത് ചരിത്ര സംഭവമായി തന്നെ രേഖപ്പെടുത്തും. അതിന്റേതായ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കണ്ണിൽ എണ്ണയൊഴിച്ചെന്ന വണ്ണം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്, കാവലിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനത്തിന്. കരയിലും കടലിലും ആകാശത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തീർക്കുകയാണ് ഇന്ത്യൻ സുരക്ഷാ സേനകൾ. ഇവിടെ സാധാരണക്കാർക്ക് അല്പസമയം മുമ്പ് വരെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ഉള്ളിലേക്ക് പോയ ശേഷമാണ് ഇവിടേക്ക് ഈ ത്രിവേണി സംഗമത്തിലേക്ക് ആളുകളെ കടത്തിവിട്ടത്. ഭഗവതി അമ്മൻ കോവിലിൽ ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് പോയത്. വിവേകാനന്ദ മണ്ഡപത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറി അദ്ദേഹം പോകുന്നതിന്റെ ദൃശ്യമാണ് വന്നത്. എന്തായാലും ധ്യാനം തുടങ്ങി എന്ന് തന്നെ കരുതാമല്ലോ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ധ്യാനമിരിക്കുന്ന ദൃശ്യങ്ങൾ അതും പുറത്തുവിടും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഏത് സമയത്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായും അതും അദ്ദേഹത്തൊപ്പമുള്ള ക്യാമറ ടീം ആ ദൃശ്യങ്ങളും പുറത്തുവിടും. നമ്മൾ നേരത്തെ കണ്ടതാണ്. അദ്ദേഹം കേദാർനാഥിലും മറ്റും ധ്യാനമിരിക്കാൻ പോയപ്പോൾ ആ പുറത്തു വന്ന ദൃശ്യങ്ങൾ വളരെയധികം ആവേശത്തോടുകൂടി, വളരെയധികം അഭിമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ അനുയായികൾ, ബി.ജെ.പി. പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ ആരാധകർ ഏറ്റെടുത്ത ദൃശ്യങ്ങളാണത്, ചിത്രങ്ങളാണത്. അത്തരം ദൃശ്യങ്ങൾ ധ്യാനമിരിക്കുന്ന മോദിയുടെ ചിത്രങ്ങൾക്ക്, കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്ന നരേന്ദ്രമോദി ചിത്രങ്ങൾക്കായി, അത് ദൃശ്യങ്ങൾക്കായി അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധക വൃന്ദം, ബി.ജെ.പി. കേന്ദ്രങ്ങൾ, ബി.ജെ.പി. പ്രവർത്തകർ, കോടിക്കണക്കിന് പ്രവർത്തകർ കാത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇനിയും 50-ലേറെ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആ ദൃശ്യങ്ങൾക്ക്, ആ ചിത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് അവർ ഉറപ്പിക്കുന്നു. കാരണം പശ്ചിമ ബംഗാൾ എന്ന ബി.ജെ.പിയുടെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിലൊന്ന് അവിടെ വലിയൊരു ആധിപത്യത്തിലൂടെ അവിടെ പിടിച്ചെടുക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങളുടെ ഭാഗമായി കൂടി ഇത് വിലയിരുത്തപ്പെടുന്നവരുണ്ട്. കാരണം സ്വാമി വിവേകാനന്ദ പാറയ്ക്ക് ഒക്കെ ബംഗാളികളുടെ മനസ്സിൽ, ബംഗാളികളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. അവിടെയാണ് ഇതിന്റെ രാഷ്ട്രീയം ഒളിഞ്ഞുകിടക്കുന്നതെന്ന വിമർശനം. രാഷ്ട്രീയ ധ്യാനം എന്ന ആക്ഷേപമാണ് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത്. പക്ഷേ പതിവ് പോലെ ഇപ്പോൾ 2019 കേദാർനാഥിലെ ധ്യാനം, ഇപ്പോൾ 2024 ആയപ്പോഴേക്കും കന്യാകുമാരിയിലെ ധ്യാനം, മോദി ഒരേ വഴി തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറയാം. അങ്ങനെ ത്രിവേണി സംഗമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. 45 മണിക്കൂർ ധ്യാനം നീണ്ടു നിൽക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞേ ധ്യാനം അവസാനിക്കുകയുള്ളൂ. അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് മടങ്ങുകയുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി, ഒപ്പം ബി.ജെ.പി. വക്താവ് ശ്രീ ടി.പി. ജയചന്ദ്രൻ, കോൺഗ്രസ് വക്താവ് ശ്രീ വി.ആർ. അനൂപ് എന്നിവർ ചേരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, എന്താണ് ഈ രാഷ്ട്രീയ ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണല്ലോ ഇന്ത്യ സഖ്യം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും പോയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്, നാളെ നിശബ്ദ പ്രചാരണമാണ്. ശനിയാഴ്ച അവസാനഘട്ട പോളിംഗ് നടക്കുന്നു. അതിൽ ബംഗാളിലെ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, ബീഹാർ ഉൾപ്പെടുന്നുണ്ട്, ഉത്തർപ്രദേശ് ഉൾപ്പെടുന്നുണ്ട്, ഒഡീഷ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയ ധ്യാനം? അവരുദ്ദേശിച്ചത് ഇനിയിപ്പം അടുത്ത ഘട്ടത്തിൽ ഇലക്ഷൻ വരാൻ പോകുന്ന സ്ഥലങ്ങളൊരു സ്വാധീനമാണ്. എനിക്കൊന്നു ഭൂരിപക്ഷം സ്ഥലങ്ങളിൽ ബി.ജെ.പി. വെച്ച മണ്ഡലങ്ങൾ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കുക, എസ്പെഷ്യലി ബംഗാളിൽ ഇപ്പം തൃണമൂലിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ 18 നിന്ന് ഇപ്പോൾ സന്ദേശകരിയുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടല്ലോ. ആ 18 നിന്ന് 25 പോകാൻ പറ്റുമോ എന്ന് ബി.ജെ.പി. നോക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവിടെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് കുറച്ച് സീറ്റുകൾ കുറയും. അങ്ങനെ കുറച്ച് സീറ്റുകൾ കുറഞ്ഞാൽ പോലും 300 കടക്കണം. 300 കടന്നിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് ഒരു ഗുമ്മുണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. ജസ്റ്റ് ഭൂരിപക്ഷം ഇതിൽ സംശയം എന്താണ് ഇരിക്കുന്നത്? ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ 300 എത്തുകയില്ല, 272 എത്തുകയില്ല. ഈ 400 പാറിന് പകരം കളിയാക്കിക്കൊണ്ട് 200 പാർ എന്ന് പോലും പേരിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഒരു സംശയം എന്താണ്? താങ്കൾക്ക് അങ്ങനെ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പം നിരന്തരമായിട്ട് ഇപ്പോൾ മൂപ്പര് 10 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആദ്യം വരുമ്പോൾ ഭയങ്കര ഗുമ്മുണ്ടാവും. അത് കഴിഞ്ഞ തവണ വന്ന ഈ ബാലക്കോട്ട്, പുൽവാമ, ഈ സാധനങ്ങളൊന്നും ഇമേജ് ഒന്ന് കൂടി. പിന്നെ പല സംസ്ഥാനങ്ങൾ ബി.ജെ.പി. പിടിച്ചെടുത്തു. പിന്നെ പറയുന്ന കാര്യങ്ങൾ പലത് നമ്മളധികം ഈ പറയുന്ന ഈ ഇതുവരെയുള്ള ഗവൺമെൻറ്റുകൾ, ഒരു പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് ആദ്യത്തെ ഗവൺമെൻറ് വെച്ച് നിർത്തിയാൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ നടപ്പിലാക്കുന്നത് നമ്മളൊന്നും കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ബി.ജെ.പി. പറഞ്ഞ പല കാര്യങ്ങളും, രാമക്ഷേത്രമാണെങ്കിലും 370 ആണെങ്കിലും
ഇതൊന്നും നമുക്ക് യോജിപ്പ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം, പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ ഈ ആണത്തത്തിനൊക്കെ ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ഇതിന് ആണത്തം എന്നൊക്കെയാണ് നമ്മൾ പറയാം, നാടൻ ഭാഷയിൽ. ഇനിയിപ്പോൾ ഞാൻ ശ്രീവിരുദ്ധനാണെന്ന് പറഞ്ഞേക്കരുത്, നാടൻ ഭാഷ പറഞ്ഞതാണ്. അതിന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. അപ്പം അതൊക്കെ പിന്നെ ഈ പറയുന്നത് പോലെ മോഡി കഴിഞ്ഞ തവണ ഗുണം ചെയ്ത കാര്യമാണ്. ഈ തവണ എന്ന് വെച്ചാൽ നമ്മൾ 10 വർഷമായിട്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് രാമക്ഷേത്രത്തിൻ്റെ ഈ പറയുന്ന പിന്നെ എന്താണ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു, 370 പിന്നെ എടുത്തു മാറ്റി UCC നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും ഒരു പുതുമയില്ലാതായി പോകുന്നു. പ്രധാനമായിട്ട് വിനീത് പറഞ്ഞൊരു കാര്യമുണ്ട്, സല്ലാപത്തിലും അതുപോലെ തന്നെ അനിയത്ത് ബാബുവിന് എന്നെയായിരുന്നു നായകനായി നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ വിനീത് പക്ഷേ ഞാൻ നായകനായ ആ സിനിമയിൽ അപ്പോൾ ഓടണമെന്നില്ല, കാരണം ദിലീപ് വന്നപ്പോൾ സല്ലാപത്തിൽ, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ അനിയത്തി ബാബു വന്നപ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ഒരു പുതിയൊരാൾ. മോഡി നമ്മൾ 10 വർഷമായി കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിന്നെ ഹൈപ്പ് അത്രത്തോളം ഉണ്ടാവണമെന്നില്ല. എങ്കിൽ പോലും കംഫർട്ടബിളായിട്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാവുന്ന രീതിയിൽ ഉത്തരേന്ത്യയുടെ മണ്ണ് മോഡി ശരിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 400 പറഞ്ഞ സ്ഥിതിക്ക് ജസ്റ്റ് ഒരു മെജോറിറ്റി കിട്ടുകൊണ്ട് കാര്യമില്ല, ഒരു 325 വരെയൊക്കെ പോകണം. അപ്പോൾ അതിന് പരമാവധി സീറ്റുകൾ കുറച്ച് തൃണമൂലിൻ്റെ സീറ്റുകൾ പിടിച്ചെടുക്കണം. അപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുവരെ കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങൾ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു എഫേർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം അവസാന കാലത്തുണ്ടായ 2ാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ടായ ഈ കന്യാകുമാരിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവും ഇതേ രീതിയിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അല്ലാതെ ഒരു ആത്മീയ ഇടവേള എടുക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ കാണേണ്ടതുണ്ട്. അല്ല, 2 കാര്യമുണ്ട്. ഇത് ഒരു കാര്യമായിരിക്കും. ഇത് നമ്മളൊരു കാര്യത്തെ ഒരു ലക്ഷ്യം മാത്രമായിട്ട് കരുതല്. ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു, അപ്പം മഞ്ജുഷിന് ശമ്പളം കിട്ടും, അതിൻ്റെ ഒപ്പം തന്നെ മഞ്ജുഷിൻ്റെ ഈ സുന്ദരമായ പോകുന്ന നാട്ടുകാർ കാണും. മഞ്ജുഷിനാണ് സുന്ദരമായ ആളുകൾ ഇവിടെ ഉണ്ട്, പക്ഷേ മഞ്ജുഷിനെ കുറേ ആളുകൾ അറിയും. ഇപ്പം എനിക്ക് ഇവിടുത്തെ എന്നെയും കുറേ ആളുകൾ അറിയും, ഇല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അതേസമയം എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള ചാൻസും കിട്ടും. അതുപോലെ മോഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം അതായിരിക്കും, പൊളിറ്റിക്കലി BJPയുടെ നേതാവ് രീതി. 2, മോഡി ഈ ആത്മീയ തരത്തിലല്ല അദ്ദേഹം ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലേ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഓടിപ്പോയി പിന്നെ കാര്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തായിരുന്നു എന്നറിയില്ല. അപ്പം ഞാനത് പല സ്ഥലത്തും എന്താണെന്ന് അന്വേഷിക്കാൻ സമയത്ത് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ അത് ഹിമാലയത്തിലായിരുന്നു എന്നുള്ള. അത് ഹിമാലയത്തിൽ അദ്ദേഹം നന്നായിട്ട് അറിയുന്ന കാര്യം ഉറപ്പാണ്. കാരണം ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. മറ്റൊരു മുഖ്യമന്ത്രി ചെയ്യാത്ത രീതിയിൽ ഈ സ്കോർപിയോ കാറുകളൊക്കെ അയച്ചുകൊണ്ട് അവിടെയുള്ള ഗുജറാത്തികളെ മൊത്തം അദ്ദേഹം രക്ഷപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അതേപറ്റി അന്ന് ഇങ്ങനെപ്പറ്റി പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ അതേപ്പറ്റി അന്വേഷിച്ചിരുന്നു. അപ്പോൾ അന്വേഷിക്കുന്ന സമയത്ത് കിട്ടിയിരിക്കുന്നത് അവിടെയുള്ള ഇടവഴികൾ പോലും കൃത്യമായിട്ട് മൂപ്പർക്ക് അറിയാമെന്നുള്ളത്. അപ്പോൾ ആ മേഖലയിൽ അദ്ദേഹത്തിന് നല്ല പരിചയം. പിന്നെ ധ്യാനമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഇൻസൈഡ് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എയർ സ്ട്രൈക്ക് നടത്തില്ല ബാലക്കോട്ടിൽ, ആ സമയത്ത് അത് ഇവിടുന്ന് പിന്നെ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ പറന്നു പൊങ്ങി തിരിച്ച് സുരക്ഷിതമായി ഇറങ്ങുന്നവരെ അദ്ദേഹം ധ്യാനത്തിലായിരുന്നു എന്നാണ് അവിടുന്ന് ഇൻസൈഡ് സ്റ്റോറി. അതൊക്കെ വിശ്വസനീയമായ ഇൻസൈഡ് സ്റ്റോറിയാണ്, സോഴ്സൊന്നും ചോദിക്കരുത്, എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കൾച്ചർ, ഈ ശശി തരൂർ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇന്ത്യ ആസ് എ സോഫ്റ്റ് പവർ, അതിനെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതും, ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ക്രിസ്മസ് പോലെ അല്ലെങ്കിൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് പോലെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട തീർത്ഥാടനത്തിനോ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കൾച്ചറൽ സിംബൽസ് മാർക്കറ്റ് ചെയ്യാനും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാന്നുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൂടിയാണ്. അപ്പോൾ ധ്യാനമായിട്ട് ബന്ധം ഇപ്പം തീർത്ഥാടനമാണ്, കന്യാകുമാരി ആണെങ്കിലും കേദാർനാഥ് ആണെങ്കിലും ഈ പറഞ്ഞ ധ്യാനമാണെങ്കിലും ഒക്കെ തന്നെ അത് ഇന്ത്യൻ കൾച്ചറുമായിട്ടും അത് ഹിന്ദു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മോഡി പ്രധാനമന്ത്രി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് അദ്ദേഹത്തിന് നേരെ നിൽക്കുമ്പോൾ, അപ്പോൾ അദ്ദേഹം 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അധികാരത്തിൽ 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഈ ഇലക്ഷൻ്റെ ഈ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഫോക്കസ് ഇവിടുത്തെ മീഡിയ അതുപോലെ ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ ഫോക്കസ് ചെയ്യും. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പ്രധാനമന്ത്രിയാകുന്നതിലുപരിയായിട്ട് ഈ ഹിന്ദുത്വവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിനുണ്ട് എന്ന ദൗത്യം നിറവേറ്റാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ നന്നായി ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എന്ന രീതിയിൽ കൂടി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. ശരി. ശ്രീ VR അനൂപ്, നിങ്ങളിതിനെ മറ്റൊരു തലത്തിലാണല്ലോ കാണുന്നത്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് പരാതിയുമായി പോലും പോകേണ്ടി വന്നത്. എന്താണ് നിങ്ങൾ ഇതിൽ കാണുന്ന ഒരു അപാകത? ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു, ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുന്നത് ആദ്യമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായിട്ട് പോലും ധ്യാനം ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ ഇതിൽ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയം കാണുന്നത്? നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ കുറച്ച് ദിവസമായി അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിന് എന്തോ വലിയ മതിഭ്രമം ബാധിച്ചു എന്ന് തോന്നിപ്പിക്കുന്നതാണ്. നമുക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ പ്രസ്താവന ആറ്റൻ ബറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഗാന്ധിയെ പുറം ലോകം അറിയുന്നത്. നാളെ നരേന്ദ്രമോദിയുടെ അനുയായികൾ നന്ദനം സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ പ്രശസ്തനായി എന്ന് പറയും.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ധ്യാനം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ എന്ത് പ്രക്രിയയാണ്? അതൊരു സ്വയം ശുദ്ധീകരണ പ്രക്രിയയാണ്. പുറം ലോകത്തെ തിരക്കുകളിൽ നിന്ന് മാറി, ബഹളങ്ങളിൽ മാറി സ്വന്തം അസ്തിത്വത്തെ ധ്യാനിക്കാനുള്ള ഒരു അവസരമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞു, ആകാശത്തും ജലത്തിലും വായുവിലും ഈ ഇന്ത്യയുടെ 3 സൈനിക വിഭാഗങ്ങളും കാവൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ധ്യാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ ലോകത്ത് ആദ്യമായി ലൈവായി ധ്യാനിക്കുന്ന ആളാണ്, ക്യാമറയുടെ അകമ്പടിയോടുകൂടി. ഇന്ന് ഞാനും താങ്കളും മഞ്ജുഷും ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന ധ്യാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം അത്തരം ഒരു പ്രദർശന പരതയാണോ? ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ച് അറിയുന്ന ആളുകൾ അങ്ങനെ പറയുമോ? വിവേകാനന്ദൻ ധ്യാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രമണ മഹർഷി ധ്യാനിച്ചിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദി നടത്തുന്ന ധ്യാനമല്ല, അല്പത്തരമാണ്, ആഭാസമാണ്. അദ്ദേഹം കുറെ ഈ പറയുന്ന ക്യാമറകളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം ഇതിനെ പ്രദർശിപ്പിക്കുകയാണ്. വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. വിവേകാനന്ദൻ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? എന്തായിരിക്കണം ഇന്ത്യ എന്ന ചോദ്യത്തിന് വിവേകാനന്ദൻ കണ്ടെത്തിയൊരു മറുപടിയുണ്ട്. ബോഡി ഓഫ് ഇസ്ലാം, ഇസ്ലാമിക് ബോഡി വിത്ത് വേദാന്തിക് സ്പിരിറ്റ്. മുസ്ലിം ശരീരവും വേദാന്തത്തിന്റെ ആത്മാവുമായ ഒന്നായാണ് അദ്ദേഹം ഇന്ത്യയെ വിഭാവന ചെയ്തത്. ഇവിടെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് മുസ്ലിങ്ങളെ മുറിച്ചു മാറ്റണമെന്നുള്ള തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം ഇലക്ഷൻ തുടങ്ങിയ അന്ന് മുതൽ അവസാനം വരെ രാജസ്ഥാനിൽ, ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി. മോദിക്ക് വിവേകാനന്ദനെ കുറിച്ച് പറയാൻ, വിവേകാനന്ദന്റെ ആത്മീയതയെ കുറിച്ച് പറയാൻ എന്താണ് അവകാശം? ഇത് പ്രദർശനപരതയല്ലാതെ ഇലക്ഷൻ സ്റ്റണ്ട് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വ്യക്തമാണ്. ഈ പറയുന്ന ധ്യാനത്തിലൂടെ മോദി ആന്തരിക ശുദ്ധീകരണം നടത്തി അദ്ദേഹത്തിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരുമെങ്കിൽ അത് നല്ലത്. അതിൽ കൂടുതൽ അദ്ദേഹം ഈ പറയുന്ന ക്യാമറകളുടെ അകമ്പടിയോടെ ഞാനും മഞ്ജുഷും ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ പറയുന്ന ധ്യാന പ്രദർശനത്തിന് അതിൽ കൂടുതൽ ഒരു പ്രസക്തിയുമില്ല. ഇത് ഇന്ത്യൻ ആത്മീയതയിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ഇന്ത്യൻ ആത്മീയതയെ പരിഹസിക്കുകയാണ്, അല്പത്തരമാണ്, ആഭാസമാണെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നു. ശ്രീ TP ജയചന്ദ്രൻ, ഇത് ഈ ക്യാമറ കണ്ണുകളിലൂടെയുള്ള ധ്യാനമാണ്, അതല്ലാതെ ഇതിന് ആത്മീയതയുടെ പരിവേഷം നൽകേണ്ട ആവശ്യമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അവർ അതിൽ രാഷ്ട്രീയവും കാണുകയാണ്. ഒരു രാഷ്ട്രീയ ധ്യാനം എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. മറുപടി. മഞ്ജുഷേ, ഗതികേട് കൊണ്ടാണ് അനൂപിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇത് സംസാരിക്കേണ്ടി വരുന്നത്. അദ്ദേഹം പ്രയോഗിച്ച വാക്കെന്താ? മതിഭ്രമം സംഭവിച്ചിരിക്കുന്നു. ആർക്കാണ് അനൂപെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് മതിഭ്രമമുള്ളത്? ആരാണിന്ന് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത്? ഒരുപക്ഷെ 4-ാം തീയതി ആകുമ്പോഴീ മതിഭ്രമത്തിന്റെ പാരമ്യതയിൽ കോൺഗ്രസ് നേതാക്കന്മാർ എത്തുമെന്നതിന്റെ ആദിയല്ലേ ഇപ്പോൾ ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളും ആത്മീയതയിൽ നടക്കാൻ പാടില്ല എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങളല്ലേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ പോയിരിക്കുന്നത്? അദ്ദേഹത്തോട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ സാർ, നിങ്ങളുടെ മുരളീധരന്റെ പിതാവ്. നിങ്ങൾക്കറിയുമോ, എല്ലാ മാസവും 1-ാം തീയതി അദ്ദേഹം കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പോയിരുന്നു. ആരും അതിലൊരു അപാകതയും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ജുഷ, ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയാം. ഓരോ ശ്വാസത്തിലും രാജ്യമാണ് ഞങ്ങൾക്കുള്ളത്, ഓരോ പ്രവർത്തനത്തിലും രാജ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഓരോ നിമിഷവും ശ്വാസത്തിലും പോലും രാജ്യത്തെ നമ്മൾ കാണുന്നു. നോക്കൂ, ഇന്ന് ചിലർ വലിയ ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങളെ മുറിച്ചു മാറ്റുന്ന കഥയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. സർ, നിങ്ങൾക്ക് സ്ഥലകാല ഭ്രമവും മതിഭ്രമവും സംഭവിച്ചതിന് ഏറ്റവും വലിയ തെളിവല്ലേ? ആരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുറിച്ചു മാറ്റാൻ ശ്രമിച്ചത് എന്ന് അനൂപിന്റെ പ്രായക്കുറവ് അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അടിയന്തരാവസ്ഥയുടെ മറവിൽ രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ സഹോദരൻ സഞ്ജയ് ഗാന്ധി ഒരു വിഭാഗത്തിന് ബലാത്കരണം പിടിച്ചുകൊണ്ടുപോയി അവരെ ഷണ്ഡീകരിച്ച് അവരെ ഭാരതത്തിന്റെ മുഖ്യധാരയിൽ ഈ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ അയവിറക്കുമ്പോൾ താങ്കൾ ഈ പദപ്രയോഗം നടത്തുമായിരുന്നോ? ഏതാണ്ട് 10,000-ഓളം സിഖ് വംശജരെ ഉന്മൂലനം ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത് രാജ്യത്തിലെ കോടതി പോലും ശിക്ഷിച്ച അനുഭവം ഉണ്ടാകുമ്പോൾ ഉന്മൂലനവും രാജ്യവിരുദ്ധതയും ഒക്കെ ആരുടെ കൈകളിലാണ്? ഒരു കാര്യം ഇവിടെ മഞ്ജുഷ വളരെ കൃത്യമാണ്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളൊക്കെ കൈവെടിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ടോണിൽ മാറ്റം വരുത്തി തുടങ്ങിയിരിക്കുന്നു. ആ 4-ാം ഘട്ടവും 5-ാം ഘട്ടവും ഒക്കെ ഉള്ള വാക്കുകളിൽ നിന്നും അതിനുവേണ്ടി അഹോരാത്രം രാപ്പകൽ തങ്ങളുടെ എനർജി ചെലവഴിച്ച ഇടതുപക്ഷ മാധ്യമ സിൻഡിക്കേറ്റുകളും ഇടതുപക്ഷ അവതാരകന്മാരുമൊക്കെ ഇപ്പോൾ അത്രയൊന്നും ഗൗരവമല്ല.
അങ്ങനെയൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് എന്ന് തുടങ്ങിയിരിക്കും. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ ഉറക്കെ പറയാം, ഇതേ മോദി 2019 അദ്ദേഹം ധ്യാനിക്കാൻ പോയിരുന്നല്ലോ. അദ്ദേഹം ധ്യാനം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ തനതായതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ശ്വാസത്തിലുമുണ്ട്. നോക്കൂ, അദ്ദേഹം തന്നെയല്ലേ മറ്റൊരു കാര്യം കൂടി ഈ രാജ്യത്തിന്റെ കണ്ണുകൾ മുഴുവൻ തന്നിലേക്ക് വരണം, അതായത് നിശബ്ദ പ്രചാരണ ദിവസവും അതിനൊരു പ്രത്യക്ഷ പ്രചാരണത്തിന്റെ കളർ നൽകണം. ഇത് മോദിയുടെ ഈ ധ്യാനത്തിനുണ്ട്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അത് അവരുടെ സാധ്യതകളെ ദുർബലമാക്കുന്ന ഒന്നുകൂടിയാണെന്ന് അവർക്ക് തിരിച്ചറിവുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. 2019 ഉണ്ടായത്. അല്ലെ, അഭിപ്രായങ്ങൾ അവർ വെച്ച് പുലർത്തുന്നതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അതിന് അഭിപ്രായം എന്നതിനേക്കാൾ അസൂയ എന്ന പദമാണോ കുറെ കൂടെ യോജിക്കുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. കന്യാകുമാരിയിൽ വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് നടന്നു കയറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 6:45 അദ്ദേഹം വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് എത്തി. ആദ്യം അദ്ദേഹം ദേവി കന്യാകുമാരി ക്ഷേത്രത്തിൽ, ഭഗവതി അമ്മൻ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ ദർശനം നടത്തിയ ശേഷമാണ് പ്രത്യേക ബോട്ടിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ വന്നിറങ്ങിയത്. അവിടെ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് അദ്ദേഹം കയറി വന്നതിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അദ്ദേഹം ധ്യാനത്തിലിരിക്കുക. അവിടെ ഒരു ധ്യാന മണ്ഡപവുമുണ്ട്. അത് കന്യാകുമാരിയിൽ പോയവർക്കറിയാം, വിവേകാനന്ദ പാറയിൽ പോയവർക്കറിയാം. അവിടെ വിവേകാനന്ദ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. തൊട്ടപ്പുറത്തായിട്ട് ശ്രീപാദ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. അല്പസമയം മുമ്പത്തെ ദൃശ്യമാണ്. ഇപ്പോഴാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം ധ്യാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ മണ്ഡപത്തിൽ അദ്ദേഹം 45 മണിക്കൂർ ധ്യാനത്തിലിരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ത്രിവേണി സംഗമ ഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലായി എത്തുന്നതിന്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ടി പി ജയചന്ദ്രൻ, താങ്കൾക്ക് തുടരാം. അല്ല, ഇതേമാതിരി അനൂപെ, ബഹുമാനപ്പെട്ട മഞ്ജുഷെ, പലരും വേഷം കെട്ടി നോക്കിയിട്ടുണ്ട്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരം മുഴുവൻ ഭസ്മം വാരിപ്പൂശി കാവി ഉടുത്ത് ദർശനം നടത്തിയ ആളുകൾ സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുക? നരേന്ദ്രമോദി എന്ന് പറയുന്നത്, അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ആളുകളുണ്ട്. അദ്ദേഹം വിദേശത്ത് പോയാൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ആളുകളുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ, വിവേകാനന്ദ പാറ എന്ന് പറയുന്നത്, വിവേകാനന്ദ പാറ പോയവർക്കും ദർശിച്ചവർക്കും അറിയാം, അത് കേവലം ഒരു അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു കേന്ദ്രമല്ല. ത്രിവേണി സംഗമമാണെന്ന് താങ്കൾ പറഞ്ഞു. ആ സ്ഥാപനത്തെ അവഗണിക്കാനും അവഹേളിക്കാനും ഒക്കെ ബോധപൂർവമായ ശ്രമമുണ്ടായി. മഞ്ജുഷെ, അവിടെ കാണാൻ പോയവർക്കറിയാം, ഏകനാഥ് റാനഡെ എന്ന് പറയുന്ന ഭാരതാംബയുടെ ഒരു വീരപുത്രനാണ് ആ സ്ഥലം ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റിയത്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണാൻ പോകുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട് മഞ്ജുഷെ. അവിടെ നമുക്കറിയാം, ഭാരതത്തിലെ വളരെ പ്രഗത്ഭരായ പല ആളുകളുടെയും സഹായത്തോടു കൂടിയാണ് വിവേകാനന്ദ പാറയും അവിടുത്തെ ഈ നമ്മൾ പറയുന്ന പ്രദേശങ്ങളും ഒക്കെ പരിഷ്കരിച്ചതും അവിടെ ഡെവലപ്പ് ചെയ്തതും. പക്ഷേ നിങ്ങൾക്ക് തമിഴ്നാട് സർക്കാരിന്റെ പങ്കാളിത്തം അതിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കതിൽ കർണാടക സർക്കാരിന്റെ സഹായം കാണാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ എത്ര തെരഞ്ഞാലും വിവേകാനന്ദ പാറ കാണാൻ പോകുന്നറിയാം. നിങ്ങൾ എത്ര തെരഞ്ഞാലും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഒരു സംഭാവനയും ഇല്ല എന്ന് അവിടുത്തെ ആ സംഭാവന നൽകിയ ആളുകളെ ലിസ്റ്റ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിവേകാനന്ദ പാറയും ഇനി ലക്ഷദ്വീപിൽ വന്ന പ്രധാനമന്ത്രിയായാലും ഇന്ത്യയിലെ കേദാർനാഥിൽ പോകുന്നവനായാലും ദീപാവലി ദിവസത്തിലെ രാജ്യത്തിലെ പട്ടാളക്കാരുടെ കൂടെ ഇരിക്കുന്ന പ്രധാനമന്ത്രിയായാലും അദ്ദേഹത്തിന്റെ ശ്വാസത്തിലും ഊണിലും ഉറക്കത്തിലും ഒക്കെ ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ: ഈ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ ഉന്നതിയാണ്. അതിനുവേണ്ടി ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് വരുത്തിക്കൊണ്ടുവരും. അത് യോഗയായാലും ഇതായാലും ഒക്കെ. ചിലർ വേഷം കെട്ടി നോക്കും. അത് വേഷം കെട്ടായി മറ്റുള്ളവർ തള്ളിക്കറിയുമ്പോൾ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഈ അർത്ഥത്തിൽ വരുന്നത് ആ മനുഷ്യനെ ഇന്ത്യക്ക് അപ്പുറത്തുള്ള ആളുകളുടെ വിശ്വാസം ആർജിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നതിന്റെ തെളിവല്ലേ. ഏതായാലും പ്രതിപക്ഷം ഒരു കാര്യം തുറന്ന് സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യം അവർ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിൽ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രായോഗിക വക്താവാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാരതാംബയുടെ ഒരു പുത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും പ്രവർത്തനത്തിലും ഒക്കെ രാജ്യസ്നേഹം നൽകുക. കാരണം ഈ വിശുദ്ധ ഭൂമിയിൽ
ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ പ്രധാനമന്ത്രി വരുന്നതിനെയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത് എന്ന്, അതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്നാണ് ശ്രീ TP ജയചന്ദ്രൻ പറയുന്നത്. അത് ഈ ഭൂമിയെ തന്നെ മോശമാക്കുന്ന രീതിയിൽ, ഈ വിവേകാനന്ദ പാറയുടെ ചരിത്രത്തെ തന്നെ മോശമാക്കുന്ന രീതിയിലായി പോയി എന്നാണ്. വിവേകാനന്ദ പാറയുടെ വിശുദ്ധിയെ അപമാനിക്കുന്നത് ആരാ? ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി ഉപയോഗിക്കുന്നത് ആരാ? അദ്ദേഹം ക്ഷേത്രങ്ങളിൽ നേതാക്കന്മാർ മുമ്പ് പോയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ നേതാക്കന്മാർ പോകുന്നത് ഒരു പുതിയ സംഭവമല്ല. കെ കരുണാകരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. അതുപോലെയാണോ? എന്താണ് ധ്യാനം എന്ന് പറയുന്നത്? BJPയുടെ പ്രതിനിധി വിശ്വാസിയാണോ? അദ്ദേഹം വിശ്വാസിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് ഒരു ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയ? ചുറ്റുപാടുള്ള ബഹളങ്ങളിൽ നിന്ന് അത്തരം മനസ്സിനെ ശാന്തമാക്കി സ്വസ്ഥമാക്കി ഒരു സ്ഥലത്ത് അസ്തിത്വത്തെ ധ്യാനിക്കുന്നതല്ല, ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുന്നതല്ല ധ്യാനം എന്ന് പറയുന്നത്. അത് ക്ഷേത്ര ദർശനമാണോ? അത് ആഘോഷപൂർവ്വം നടത്തേണ്ട ഒരു പരിപാടിയാണോ? കരയിലും വായുവിലും സമുദ്രത്തിലും ആളുകളെ കാവൽ നിർത്തി ടെലിവിഷൻ ക്യാമറകളുടെ അകമ്പടിയോടുകൂടി നടത്തേണ്ട ഒന്നാണോ? നമ്മൾ കന്യാകുമാരിയിൽ നിൽക്കുമ്പോൾ രമണ മഹർഷിയെ കുറിച്ച് നമ്മൾക്കറിയില്ലേ? ഈ പറയുന്ന വിവേകാനന്ദനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാചകം എന്തായിരിക്കണം ഇന്ത്യ എന്ന് ചോദിച്ചാൽ, മുസ്ലിം ശരീരത്തിൽ വേദാന്തത്തിന്റെ ആത്മാവ്. ഈ മോദി നടത്തിയ പ്രസ്താവനകൾ, രാഹുൽ ഗാന്ധി മംഗല്യസൂത്രം പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ മോഡി, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ നാളിതുവരെ നടത്താത്ത വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ആൾക്ക് എങ്ങനെയാണ് വിവേകാനന്ദന്റെ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇവിടെ മോദി തുടക്കം മുതൽ വെറുപ്പ് വിളംബരം ചെയ്യുകയാണ്. വെറുപ്പാണ് അദ്ദേഹത്തിന്റെ മാതൃഭാഷ എന്ന് പറയുന്നത്. അദ്ദേഹം വെറുപ്പ് പടർത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. ഈ അവസാന ദിവസങ്ങളിൽ നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞതുപോലെ, വിവേകാനന്ദൻ എന്ന് പറയുന്ന ബംഗാളിൽ അടക്കം ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ വിവേകാനന്ദനെ ഒരു ഇലക്ഷൻ പ്രചരണത്തിനുള്ള ഉപകരണമായി മോഡി ഉപയോഗിക്കുകയാണ്. പോവുകയാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവേകാനന്ദ മണ്ഡപത്തിന് ഉള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന്റെ ദൃശ്യങ്ങളാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഛായാചിത്രം അവിടെയുണ്ട്. ഒപ്പം വിവേകാനന്ദന്റെ പ്രതിമയും ഉള്ളതാണ്. ധ്യാന മണ്ഡപമാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുന്നത്. 45 മണിക്കൂർ സമയമാണ് ധ്യാനം നീണ്ടു നിൽക്കുക. ശ്രീ ഫക്രുദ്ദീൻ അലി, അനൂപ് പറയുന്നത് അത് കോൺഗ്രസിന്റെ കാര്യമാണ്, അതിന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. 2019 കേദാർനാഥിലും ഇതേ രീതിയിൽ തന്നെ അന്ന് വലിയ വിവാദമായതാണല്ലേ. ഇതിപ്പോൾ രണ്ടാം തവണയായതുകൊണ്ട് അതിന് അത്രമാത്രം ഒരു വിവാദത്തിന്റെ തലത്തിലേക്ക് പോയിട്ടില്ല. അന്ന് പക്ഷേ ഈ ക്യാമറകളുമായി അദ്ദേഹം പോയതിന് വലിയ വിമർശനമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഭാവങ്ങൾക്ക് വലിയ വിമർശനമുണ്ടായി. അതിൻ്റെ ഓരോ ഫോട്ടോകളും എടുത്തുകൊണ്ടുള്ള വിമർശനം ഒക്കെ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ തവണയും ഇങ്ങനെ ഒരു ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, അതിന് ഏതെങ്കിലും ഒരു തലത്തിൽ ഒരു പ്രയോജനം അവർക്കും കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? തിരിച്ചല്ലേ ഉണ്ടാവുക? അല്ല, ഇത് സത്യത്തിൽ മോഡി എന്ത് ചെയ്താലും അത് വിവാദമാകുമ്പോൾ അത് മോഡിക്കാണ് ഗുണം ചെയ്യുക. മോഡിയുടെ ഇമേജാണ് വളരെ. ഇനി ഇവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? മോഡി ഞങ്ങൾ കുറ്റം പറഞ്ഞ് നടക്കാനാണ് അവർക്ക് ജോലി എന്നാണ് ഈ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലതൊക്കെ അങ്ങ് തള്ളിക്കളയണം. ഇത് മൂപ്പരപ്പം വരവ് കണ്ടിട്ടേ നമ്മുടെ നാട്ടിൽ വലിയ പെരുന്നാളിന് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ആചാര്യ വരുന്ന പോലെ ഉണ്ട്. ഇടത്തോട്ടാണ് മുണ്ട കൊടുത്തത്. അപ്പോൾ അത് ഉത്തരേന്ത്യയിൽ പറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പ്രസംഗത്തിനൊക്കെ മൂപ്പർക്ക് അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്താന്നൊക്കെ ചിലപ്പോൾ നാളത്തെ ഇവിടുത്തെ ഈ മഹാന്മാരായിട്ടുള്ള വിമർശകർ ചിലപ്പം വ്യാഖ്യാനം ചെയ്തേക്കാം. തമിഴന്മാരുടെ സ്റ്റൈലാണ് ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കും. അല്ല, ഇവിടെ തമിഴ്നാട്ടിൽ വരുന്ന പല വ്യാഖ്യാനങ്ങളും അങ്ങനെയൊക്കെയാണ്. സത്യത്തിൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി അല്ലേ, ഈ പിന്നെ നാട്ടുമ്പുറത്തെ പള്ളി വലിയ പെരുന്നാളിൻ്റെ സമയത്ത് ഉള്ളൊരു സ്ഥിതി പോലെയാണ്. അപ്പം ഇത് കൃത്യം ഈ ഡ്രസ് കോഡൊക്കെ ചൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം കാവി ഒരു അങ്കി പോലുള്ള വസ്ത്രമായിരുന്നു, കാവ്യ അല്ലേ. അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് മോഡി ഇതൊക്കെ ഒരു കൾച്ചറൽ സ്പേസിനെയാണ് കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഇലക്ട്രൽ സ്പേസ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ബംഗാൾ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് കഴിഞ്ഞ തവണ പോയത്. കാരണം ബംഗാളിൽ ഒരു
എന്താണ് പറയുക BJPയുടെ ത്രെഷോൾഡ് മറികടക്കുക എന്നുള്ളത് അവർക്ക് വളരെ നിർണായകമായിരുന്നു. ബംഗാളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബംഗാളിൽ ഏറ്റവും കൂടി ഈ ഭക്തി കൾട്ടിന് ഏറ്റവും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. സന്യാസിമാർ, ഫക്കീർമാർ, ഇവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്ക് നടന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റിവോൾട്ട് ഒരു ലോക്കാലിറ്റിയിൽ നടക്കുന്നത് ഈ സന്യാസി റെബല്യൻ എന്ന് പറയും. അത് ബംഗാളിലാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠ എഴുതിയത്. ആനന്ദമഠ വില്ലന്മാരും മുസ്ലിങ്ങളാണ്. കാരണം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി കഴിഞ്ഞാൽ മുപ്പര് പണി കിട്ടും എന്നുള്ളതാണ് മുപ്പര് വില്ലന്മാർ മുസ്ലിങ്ങളാക്കി. അപ്പം അതിലാണ് വന്ദേമാതരൊക്കെ കടന്നു വരുന്നത്. അപ്പം ഈ ഒരു ഫക്കീറിൻ്റെ ഭാവഹാവാദികളാണ് അന്ന് മോഡി കൊടുക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല ഈ പറയുന്നതിൻ്റെ മാതിരി യോഗി കൾട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് ബംഗാൾ. അത് കൃത്യമായിട്ട് ബംഗാളിനെ ആ ഒരു പ്രദേശത്തിൻ്റെ സെൻസിബിലിറ്റി അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ മോഡിയെ പറ്റി നമ്മൾ പഠിക്കും ഇത്തരം ധ്യാനം എടുക്കാൻ അദ്ദേഹം പല സമയത്തും പോയിട്ടുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. ഹിമാലയത്തിൽ പോയിട്ട് ഒരുപാട് ധ്യാനം ഇടുന്നിട്ടുണ്ട്. യോഗ ചെയ്യാന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയുടെ ഭാഗമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തില്ല തമിഴ്നാടിനെ ഇപ്പം നമുക്ക് നാളെ ഇലക്ഷൻ നടക്കാനുള്ള സ്ഥലം ബംഗാൾ വിടാം. പിന്നെ തമിഴ്നാടിനെ സൗത്ത് ഇന്ത്യയെ കൂടുതൽ BJPക്ക് ആക്സസിബിൾ ആക്കുക എന്നുള്ള അജണ്ട അദ്ദേഹം ഓൾറെഡി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് നിരന്തരം അദ്ദേഹം തമിഴ്നാട്ടിൽ വന്നു പോകുന്നുണ്ട്, കേരളത്തിൽ വന്നു വന്ന് കേരളത്തിലെ ഹിന്ദുയിസത്തിന്റെ ഒരു കേന്ദ്രം ഗുരുവായൂർ ക്ഷേത്രമാണ്. ആ ഗുരുവായൂർ ക്ഷേത്രം ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം അവിടെ വന്നു പോകുന്നുണ്ട്, തൃപ്പയാറിൽ വരുന്നുണ്ട്. അങ്ങനെ ഇത്തരം കൾച്ചറൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നിരന്തരം പോയി ഈ സൗത്ത് ഇന്ത്യയുമായിട്ട് ഒരു ലിങ്ക് സജീവമാക്കി വെക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ദണ്ട് കൊണ്ടുവച്ചില്ലേ, ധർമ്മദണ്ട്, അത് കൊണ്ടുവച്ചുകൂടി സൗത്ത് ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ പാർലമെൻറ്റ് എന്ന രീതിയിലൊരു ഫീൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഈ ഡ്രസ് കോഡ് കൂടി വരുമ്പോൾ ഞാനൊരു ഗുജറാത്തി അല്ല എന്നും ഞാൻ നിങ്ങളുടെ കൾച്ചർ ഉൾക്കൊള്ളുന്ന ആളാന്നുള്ള കൃത്യമായിട്ട് മെസ്സേജ് നമുക്കറിയാലോ ഈ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ യോഗി ഒരു പരിവേഷമാണ് കൊടുത്തത്. ഇത്തവണ ഒരു സൗത്ത് ഇന്ത്യയിലെ സാധാരണക്കാരായ ഒരു വളരെ തത്വജ്ഞാനിയായ ഒരു വയോധികൻ എന്നുള്ളൊരു ഫീലാണ് മൂപ്പർ കൊടുക്കുന്നത്. കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ദീപാലങ്കൃതമായിരിക്കുകയാണ് വിവേകാനന്ദ പാറ, വിവേകാനന്ദ മണ്ഡപം ദൂരെ നിന്ന് കാണാം. ഈ വിവേകാനന്ദ മണ്ഡപത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാന നിമഗ്നനായി ഇരിക്കുന്നത്. അല്പസമയം മുമ്പ് ധ്യാനം തുടങ്ങി ഏകദേശം 1 മണിക്കൂർ സമയം ആകാൻ പോവുകയുമാണ്. ഇപ്പോൾ VV അരുൺ ചേരുകയാണ് കന്യാകുമാരിയിൽ നിന്ന്. അരുൺ, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. വിവേകാനന്ദ പാറയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ മണ്ഡപത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ച ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ധ്യാനം ആരംഭിച്ചു എന്ന് തന്നെ കരുതണം. കാരണം അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറോളമാകുന്നു അവിടെ എത്തിയിട്ട്. സ്വാഭാവികമായും അദ്ദേഹം ധ്യാനത്തിലേക്ക് കടന്നിട്ടുണ്ടാകണം. മറ്റു ദൃശ്യങ്ങളൊക്കെ ഇനി കൂടുതൽ അവിടെ നിന്ന് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ കുറച്ചുകൂടി ദീപാലങ്കൃതമായിരുന്നു അല്പസമയം മുമ്പ് വരെ. കുറച്ചുകൂടി ദീപങ്ങൾ വെളിച്ചമുണ്ടായിരുന്നു വിവേകാനന്ദ പാറയിൽ കുറച്ച് സമയം മുമ്പ് വരെ. ഇപ്പോൾ അതിന് അല്പം കുറവ് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ചുറ്റുമുള്ള പോലീസ് പട്രോളിംഗ് ഒക്കെ, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഈ സുരക്ഷാ ഏജൻസിയുടെ പട്രോളിംഗ് ഒക്കെ ശക്തമായി തന്നെ തുടരുന്നുണ്ടെന്നും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ കടലിന്റെ ചുറ്റും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകം ആയിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ആയിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ പാറയ്ക്കുള്ളിലേക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുള്ള വിവേകാനന്ദ പാറയ്ക്കുള്ളിൽ എന്ത് സംഭവിക്കുന്നു, വിവേകാനന്ദ മണ്ഡപത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനിയും ദൃശ്യങ്ങളിലൂടെ മാത്രം വ്യക്തമാകേണ്ടതാണ്. ഇവിടെ സുരക്ഷാ സംവിധാനം അതേപടി നേരത്തെ ഉള്ളതുപോലെ തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാറയ്ക്ക് ചുറ്റും, അതുപോലെ തന്നെ ഈ കരയിലും ത്രിവേണി സംഗമത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ആളുകൾക്ക് നേരത്തെ ഉള്ളതുപോലെ ഇവിടേക്ക് വരാനുള്ള അവസരവുമുണ്ട്. അതിനപ്പുറം എന്താണ് അതിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം ഇനിയും ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകണം. ഏതായാലും നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം അദ്ദേഹം ധ്യാനം തുടങ്ങിക്കഴിഞ്ഞു. 45 മണിക്കൂർ തുടർ ധ്യാനമാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ ഉള്ളത്. അത് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അരുണിലേക്ക് വീണ്ടും വരാം. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ, കൂടുതൽ ദൃശ്യങ്ങൾ വരുമ്പോൾ വീണ്ടും അരുണിലേക്ക് വരാം. ഇതാ കന്യാകുമാരിയുടെ മനോഹരമായ ദൃശ്യമാണ് കാണുന്നത്. ത്രിവേണി സംഗമത്തിൽ അങ്ങനെ വിവേകാനന്ദ പാറ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അവിടെ വിവേകാനന്ദ മണ്ഡപം ദീപങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഈ പടികൾ കയറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി ധ്യാന മണ്ഡപത്തിലേക്ക് കടന്നത്. ഈ സുരക്ഷാ ഭടന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് കന്യാകുമാരിയും വിവേകാനന്ദ പാറയും വിവേകാനന്ദ മണ്ഡപവും തിരുവള്ളൂർ പ്രതിമയും അതുപോലെ തന്നെ ശ്രീപാദ മണ്ഡപവും ഒക്കെ. ഇപ്പോൾ TP ജയചന്ദ്രൻ, മനോഹരമായ ദൃശ്യമാണ് കാണുന്നത്. പക്ഷേ അനൂപ് പറയുന്നത് ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നാണ്. അല്ല, അത് വെച്ച കണ്ണടയുടെ കുഴപ്പമാണ് ബഹുമാനപ്പെട്ട മഞ്ജുഷേ. അത് ഓരോരുത്തരും വെക്കുന്ന കണ്ണടയ്ക്കനുസരിച്ചാണല്ലോ അവരുടെ വിഷൻ. നോക്കൂ, അനൂപ് ഇവിടെ നരേന്ദ്രമോദിയെ ധ്യാനം പഠിപ്പിക്കുകയാണ്.
അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി സർ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതിന്റെ മുമ്പ് ധ്യാനവും ഭാരതത്തിന്റെ ദേശീയതയും സ്വന്തം രക്തത്തിലും ശ്വാസത്തിലും ആവാഹിച്ച ആളാണ് എന്ന് നിങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുമ്പോൾ ഇതൊരു വേഷം കെട്ടലല്ല. അങ്ങനെ വേഷം കെട്ടിയ ആളുകളുടെ ചില ചിത്രം അനൂപിനെ നെറ്റ് തെരഞ്ഞാൽ കാണാം. വയനാട്ടിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ കൊടി പോലും എടുത്ത് പുറത്ത് വീശാൻ ധൈര്യമില്ലാത്ത ആൾ, ഇവിടെ കുറിച്ച് സംസാരിക്കുന്ന ആൾ അദ്ദേഹം തന്നെ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പം കെട്ടുന്ന വേഷം എന്താണ്? ഇവിടെ എനിക്ക് പറയാനുള്ളത്, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ അങ്ങനെ സ്വച്ഛന്തമായ തന്റെ നെഞ്ചും വിരിച്ച് നടന്നു പോകുമ്പോൾ അത് ആകർഷിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അതിന് മനസ്സിന് വെറുപ്പുള്ള ചില ആളുകളും ഉണ്ടാകാം. അവരവരുടേതായ പ്രതികരണം നടത്തും. അതിനെ അത്തരം ആളുകൾ അവജ്ഞയോടെ തള്ളിക്കളയുക മാത്രമാണ് അനൂപെ ചെയ്യാനുള്ളത്. ഞങ്ങൾ ഒരു കാര്യം ഉറക്കെ പറയും, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു രാഷ്ട്രീയമായ താൽക്കാലികമായ ഒരു ലാഭത്തിനു വേണ്ടിയുള്ളതല്ല. ഞങ്ങൾ ഇക്കാലം അത്രയും നിങ്ങളുടെ നേതാക്കന്മാർ ചവിട്ടി മതിച്ചില്ലാതാക്കാൻ ആഗ്രഹിച്ച ഭാരതത്തിന്റെ തനിമയെ അത് സ്വയം ജീവിതത്തിൽ പകർത്താനും അത് സപരിയായി കൊണ്ടുവരാനും അത് ലോകത്തിന്റെ മുമ്പിൽ തന്നെ സ്വീകാര്യമാക്കാനുമുള്ള തപസ് ജീവിത വ്രതമെടുത്തവരാണ്. അത്തരമൊരു ജീവിത വ്രതമെടുത്ത അദ്ദേഹം സ്വന്തം ഐഡന്റിറ്റി അദ്ദേഹം ഒരിക്കലും മറച്ചു വെക്കാറില്ല. അങ്ങനെ ഒരു ആവശ്യവും അദ്ദേഹത്തിനില്ല. അത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ സ്വീകാര്യതയും. രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച്, അന്തസ്സിനെക്കുറിച്ച്, അതിന്റെ പ്രചരണത്തെക്കുറിച്ച്, അത് ലോകത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങളും കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഊഹിക്കുന്നത് എന്താണെന്ന് കാണാൻ നിങ്ങൾക്ക് പോലും പലർക്കും കഴിയാറില്ല. ഞാൻ അതിന്റെയൊക്കെ അപ്പുറത്തേക്കുള്ള ഒരുപാട് തലങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കാറുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യം തീരെയില്ല എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. അത് BJP-ക്കാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുമാണ്. ആത്മീയ കാര്യങ്ങളിൽ തൽപരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ സംശയമില്ല. ധ്യാനം അദ്ദേഹത്തിന്റെ ജീവിതചര്യയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇത് ഈ സമയത്ത് ഇത്തരത്തിലൊരു ധ്യാനം, അത് അനൂപ് പറയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ രീതിയിൽ ധ്യാനം ഇരിക്കാൻ പറ്റുന്നത്? അവിടെ നിശബ്ദതയല്ലേ ആവശ്യം? അവിടെ ഈ ഭടന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. പക്ഷെ പ്രധാനമന്ത്രിമാർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവാനുള്ള സമയം അങ്ങനെ കിട്ടില്ലല്ലോ. അത് സുരക്ഷയുടെ ഭാഗമായിട്ട് ചുറ്റിനും ആളുകൾ വേണം. അനൂപ് ഉദ്ദേശിച്ചത് അത് അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ്. അത്രയേ ഉള്ളൂ. ജയേന്ദ്രൻ. അല്ല, അത് മനോബലമുള്ളവന് ഏത് സാഹചര്യത്തിലും ധ്യാനത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. മഞ്ജുഷേ, ഞാൻ ഒരു കാര്യം ഉറക്കെ പറയാം. നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം താൽക്കാലികമോ ക്ഷണികമോ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി തന്നെ പറഞ്ഞു, ജീവിതം തന്നെ തന്റെ കുഞ്ഞുനാളുകൾ മുതൽ രാജ്യത്തിന്റെ ആ മന്ത്രം മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതല്ലാതെ ഒരു നിമിഷം പോലും അദ്ദേഹം ഇരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 അതിനു മുമ്പ് 15 വർഷം മാത്രമല്ല, അതിന്റെ മുമ്പ് 2 പൊതുപ്രവർത്തനം ആരംഭിച്ച നാളുകൾ മുതൽ അദ്ദേഹം നെഞ്ചേറ്റിയത്, ജീവശ്വാസം പോലെ കാത്തു സൂക്ഷിച്ചത് ഈ രാജ്യത്തിന്റെ തനിമയാണ്, ഈ രാജ്യത്തിന്റെ സംസ്കാരമാണ്, ഈ രാജ്യത്തിന്റെ ജീവിത രീതിയാണ്. അത് വേറിട്ടൊരു രാഷ്ട്രീയവും രാഷ്ട്രവും വേറിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രത്തിന് വേണ്ടിയാണ്. അപ്പൊ അത് താൽക്കാലികമായിട്ട് ഇവിടെ പലർക്കും കാണുന്നത് എന്തുകൊണ്ടാണ്? ചിലരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ വേറെയും പ്രവൃത്തി വേറെയുമാവും, നാട്യം വേറെയും ആശയം വേറെയുമാകും. ആളുകളെ കഴിഞ്ഞ 10-60 കൊല്ലം അങ്ങനെ പറ്റിച്ച് ജീവിച്ചവർക്ക്, അങ്ങനെ ഈ രാജ്യത്തെ ജനതയെ വഞ്ചിച്ചവർക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു, രാജ്യം അത്തരം വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും മറികടക്കുകയാണ്. രാജ്യത്തിൽ അത്തരം ആളുകൾക്ക് നേരിന്റെ സത്യത്തിന്റെ കണികയുമായിട്ട് ഒരാൾ നേതൃത്വം കൊടുക്കാൻ വരുന്നു. ഈ പഴയ ആ ഒരു ആത്മവിശ്വാസമില്ല. അപ്പോൾ കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഓരോ ഘട്ടത്തിന് മുൻപും ഓരോ അജണ്ടകൾ മാറ്റി മാറ്റി പ്രയോഗിക്കുന്നു. ഇപ്പോൾ അവസാനത്തെ ഘട്ടമായപ്പോഴേക്കും ഇനിയും 57 മണ്ഡലങ്ങൾ കൂടി, അതും നിർണായകമായ മണ്ഡലങ്ങൾ തന്നെയാണല്ലോ. ആ സമയത്ത് ഈ അജണ്ടയുമായി വന്നിരിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ വാദം. അല്ല, 2019 ചിലരൊക്കെ കുപ്പായം തുന്നിക്കുകയും കേരളത്തിന്റെ മണ്ണിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ, മഞ്ജുഷ നമ്മളൊക്കെ കേട്ടതല്ലേ, അന്നും എത്ര ആളുകൾ മനപ്പായസമുണ്ടു. ഞാൻ അവരോട് ഇപ്പോഴും പറയുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയെയോ NDA സംബന്ധിച്ചിടത്തോളം അശേഷം സംശയം ഞങ്ങൾക്ക് ഇക്കാര്യത്തിലില്ല. പിന്നെ സ്വപ്നം കാണാനുള്ള ചിലരുടെ കഴിവിനെയും അവകാശത്തെയും ഒന്നും ഞാൻ നിൽക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ജൂൺ 4 ഈ ദിവാസ്വപ്നം കാണുന്നവർ ഞെട്ടി ഉണരുകയും
ചില യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് കാണുകയും ചെയ്യേണ്ടി വരും. ഞാൻ ഈ കോൺഗ്രസിന്റെ സുഹൃത്തുക്കളോടും കേരളത്തിലെ ഇങ്ങനെ പറയുന്ന മാധ്യമക്കാരോട് ഞാൻ പറയാനുള്ളത്, 4-ാം തീയതിയും ഇതേ ആവേശത്തോടു കൂടി തന്നെ അവരുണ്ടാകും എന്ന വിശ്വാസം ഏതായാലും ഞാൻ പുലർത്തുന്നില്ല. കാരണം അതിൻ്റെ ചില ടോണുകളൊക്കെ മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഇനിയിപ്പോൾ 59 എണ്ണല്ലേ ബാക്കിയുള്ളൂ, 57 എണ്ണല്ലേ ബാക്കിയുള്ളൂ. ഇപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഭരിക്കാനുള്ളതിനേക്കാളും കൂടുതൽ ലക്ഷ്യമിട്ടിട്ടില്ലേ? ഏതാണ്ട് ഇപ്പം തന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരുടെ ഊഹം വെച്ച് സത്യപ്രതിജ്ഞയുടെ തീയതി നിശ്ചയിച്ചു, 100 ദിന കർമ്മപരിപാടികൾ തയ്യാറാക്കി. അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ആശങ്കയും മനോനിലത്തിൽ അല്പം ചാഞ്ചാട്ടം സാധിക്കുമോ? മറ്റ് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നേരത്തെ രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലായിരുന്നു സത്യപ്രതിജ്ഞ നടന്നിരുന്നതെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ, കുറച്ചുകൂടി ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ വീതിയായ കർത്തവ്യ പഥിലേക്ക് സത്യപ്രതിജ്ഞ മാറ്റുവാനുള്ള തയ്യാറെടുപ്പുകൾ പോലും ആയിക്കഴിഞ്ഞു. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വൈകില്ല, ജൂൺ 9 തന്നെ, അതായത് റിസൾട്ട് വരുന്ന 4-നാണല്ലോ, 9 തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളാവുകയാണ് അനൂപ്. അപ്പോൾ അത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് BJP നിൽക്കുന്നത്. പിന്നെ അത് അങ്ങനെ വരുമ്പോൾ ഒരു ഇടവേള എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഇടവേള എടുക്കാറുള്ളതാണല്ലോ, പ്രചാരണത്തിന് ശേഷം അദ്ദേഹവും ഇടവേള എടുക്കാറുണ്ട്. അതുപോലെ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഒരു ആത്മീയ രീതിയിലുള്ള ഇടവേള അങ്ങനെ കരുതിയാൽ മതിയെന്ന്. അല്ല, അങ്ങനെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന് സത്യപ്രതിജ്ഞയുടെ തീയതിയൊക്കെ തീരുമാനിക്കാം. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജനവിധി എന്ന് പറയുന്നതിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ മര്യാദയാണ്. പിന്നെ ഇവിടെ കുറച്ചു നേരം എനിക്ക് സാങ്കേതികമായ തടസ്സം നേരിട്ടു. BJPയുടെ വക്താവ് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും അദ്ദേഹം പറയാനിടയുള്ള കാര്യങ്ങൾ അതിന്റെ രത്നചുരുക്കം എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. ഞാൻ അദ്ദേഹം നരേന്ദ്രമോദി വിശ്വാസിയാകുന്നതിനോ അദ്ദേഹം അമ്പലത്തിൽ പോകുന്നതിനോ ഒന്നും ഈ രാജ്യത്തെ എതിരല്ല. അദ്ദേഹം ധ്യാനത്തെക്കുറിച്ച് നിരന്തരം പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധ്യാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ധ്യാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ തന്നെ സാമൂഹിക നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരു മരത്വാമലയിൽ ധ്യാനം നടത്തിയിട്ടുണ്ട്. രമണ മഹർഷിയെ പോലുള്ള ആളുകൾ അവരൊക്കെ ശരീരചിന്ത പോലും ഉപേക്ഷിച്ച് കൊടും കാട്ടിൽ മൃഗങ്ങളുടെ ഇടയിലൊക്കെ നടത്തിയൊരു ധ്യാനത്തെ ക്യാമറ കണ്ണിൽ അവതരിപ്പിച്ച് അപഹാസ്യമാക്കുന്നു എന്നാണ് വളരെ തുടക്കം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്മാവിനെ അല്ലെങ്കിൽ സ്വത്വത്തെ അസ്തിത്വത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു മഹാപ്രയാണമാണെങ്കിൽ അതിനെ ഒരു പ്രദർശനപരതയാക്കി അതിനെ അപഹസിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് ധ്യാനം നടത്തണമെങ്കിൽ നാട്ടുകാരെ അറിയിച്ചിട്ട് വേണോ ധ്യാനിക്കാൻ? അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ധ്യാനിച്ചുകൂടെ? വിവേകാനന്ദ പാറയിൽ ഒരു ആഘോഷമായി ഒരു ഇവന്റായി നടത്തുകയാണ്. എത്ര അപഹാസ്യമാണ് നമ്മൾ, ഞാനും മഞ്ജുഷും BJPയുടെ പ്രതിനിധിയും ഫക്രുദ്ദീൻ അലിയും ഇവിടെ നരേന്ദ്രമോദി ധ്യാനിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. അദ്ദേഹം ഇങ്ങനെ ആളയച്ച് ക്ഷണക്കത്തടിച്ച് ആളുകളെ അറിയിച്ച് ചാനലുകളെ ക്ഷണിച്ച് ഇങ്ങനെ ഒരു ഇവന്റ് ആണോ ധ്യാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുന്നത് പോലെയാണോ ഇത് ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്? ഇവിടെ വിവേകാനന്ദനെ കുറിച്ച് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹം വിവേകാനന്ദന്റെ ഏറ്റവും പ്രശസ്തമായ വാചകം എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇന്ത്യ എന്നതിനെ കുറിച്ച് വിവേകാനന്ദൻ വിഭാവന ചെയ്തത് എങ്ങനെയാ? അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിം ശരീരവും വേദാന്തത്തിന്റെ ആത്മാവും എന്നാ. പക്ഷെ അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസ്താവനകൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയിട്ട് ഒരു പൗരന് പോലും നടത്താൻ കഴിയാത്ത തരത്തിൽ വിദ്വേഷം പ്രസംഗിക്കുകയാണ്. നേരത്തെ ആദ്യ അക്കൗണ്ടിൽ തന്നെ താങ്കൾ ഇത് പറഞ്ഞതാണ്, അതിന് മറുപടിയും നൽകിയതാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുകയാണോ നഷ്ടപ്പെടുകയാണോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? ഒരു 4-5 ഘട്ടമായപ്പോഴൊക്കെ ആത്മവിശ്വാസത്തിന്റെ ഒരു പരകോടിയിലേക്ക് എത്തിയിരുന്നു ഇന്ത്യ സഖ്യം. അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോയിരിക്കുകയാണോ ഈ അവസാന ലെഗിലേക്ക് എത്തിയപ്പോൾ? മഞ്ജുഷ, ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ വളരെ തുടക്കം മുതൽ പരിശോധിച്ചാൽ അറിയാം ആരുടെ ആത്മവിശ്വാസത്തിന്റെ ഗ്രാഫാണ് ഉയർന്നത്, ആരുടെ ആത്മവിശ്വാസത്തിന്റെ ഗ്രാഫാണ് താഴ്ന്നതെന്ന്. ഈ വരുന്ന ജൂൺ 1-ാം തീയതി ഇന്ത്യ മുന്നണി അതിന്റെ യോഗം ചേരുകയാണ്. വളരെ കൃത്യമായ കണക്കുകൾ. ഈ നരേന്ദ്രമോദിക്ക് ഈ രാമക്ഷേത്രത്തിന്റെ തീയതി പോലും, ഉദ്ഘാടനത്തിന്റെ തീയതി പോലും ഇവർ തീരുമാനിച്ചത് ഇലക്ഷൻ മുൻകൂട്ടി കണ്ടല്ലേ?
രാമൻ ചുളുവിൽ ജയിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ദൈവം അനുഗ്രഹിച്ചാൽ പരീക്ഷ പാസ്സാവും എന്ന് പറയുന്ന കുട്ടിയെ പോലെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിക്ക് പിന്നീട് ഇത് ഈ പറയുന്ന ഏറ്റവും തരംതാണ വർഗീയ പ്രസ്താവനകളിലേക്ക് അദ്ദേഹത്തിന് കളം മാറ്റി ചവിട്ടേണ്ടി വന്നില്ലേ? വികസനത്തിന്റെ നായകൻ എന്ന് പറഞ്ഞ ആള് വിദ്വേഷത്തിന്റെ നായകനായി മാറിയില്ലേ? ഒരു പ്രത്യേക ജനവിഭാഗത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ വെറുപ്പ് വിതരണം ചെയ്ത ആളായി മാറിയില്ലേ? ഇതൊക്കെ രാജ്യം കാണുകയല്ലേ? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഏറ്റവും വലിയ പ്രചാരകനായി മാറിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? ഓരോ വരിയും എടുത്തു പറഞ്ഞ് കോൺഗ്രസിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയല്ലേ? ഈ പറയുന്ന ജൂൺ 4-ാം തീയതി എന്ന് പറയുന്ന ദിവസം നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. രാജ്യത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തരംഗമില്ല എന്ന് വളരെ കൃത്യമാണ്. നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ കോർപ്പറേറ്റുകൾ തള്ളി പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താ? അദാനിയും അംബാനിയും ഇപ്പൊ കോൺഗ്രസിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാ. പത്രക്കാർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൂടെയാണെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാ. അദ്ദേഹത്തിന് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, പരിഭ്രാന്തി ഉണ്ടാകുന്നു, അതിന്റെ ജൽപ്പനങ്ങൾ നടത്തുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലും അപഹസിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വരുന്നു. ഞാൻ പറയുന്നു, സ്വപ്നം കാണുന്നതിന് ആർക്കും ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല. അദ്ദേഹം തന്നെ 400 സീറ്റ് എന്ന് പറഞ്ഞെടുത്തു നിന്ന് താഴേക്ക് പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ജനങ്ങളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി ശരി, താങ്കളേക്ക് വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, ചാർസോ പാർക്ക് എന്നുള്ള കാര്യം അതിൽ എന്തായാലും താഴേക്ക് പോയിട്ടുണ്ട്. അതിപ്പോൾ BJP നേതാക്കൾ പോലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. പിന്നെയുള്ളത് ഈ കർത്തവ്യ പഥിലെ ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി പോലും തീരുമാനിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ള ഒരു കൃത്യമായ ധാരണയിൽ തന്നെയല്ലേ പോകുന്നത്? തിരിച്ചടി ഉണ്ടാവും എനിക്കും തോന്നുന്നില്ല. ഇനിയിപ്പോ അത് ഈ കോൺഗ്രസ് ഒക്കെ സ്ഥിതി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത്തരമൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തട്ടെ. ജനങ്ങളുടെ വിധി എന്ന് പറയുന്നത്, ജനവിധിയെ അങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ, ജനവിധിയെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ ആർക്കാണ് സത്യപ്രതിജ്ഞ സംഭവിക്കണമെന്നുണ്ടോ? അപ്പം അതെ, ഇത് ആ ഒരു 400 എന്നുള്ളത് അന്നത്തെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും പിന്നെ പ്രതിപക്ഷത്തിന്റെ അനൈക്യം എല്ലാം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അത് ഏതാണ്ട് പോസിബിൾ ആണെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ആവേശത്തെ പുറത്ത് പറഞ്ഞതാണ്, അത് തെറ്റിപ്പോയെന്ന് അവർക്ക് തന്നെ തോന്നിയെന്ന് തോന്നുന്നു. പക്ഷേ രാമക്ഷേത്രം എഫക്ട് എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ ഇല്ല എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടല്ലോ. ഉണ്ട്, UP-യിലൊക്കെ ഉണ്ട്. UP സംഭവം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. അതിപ്പോൾ അവിടെ പോയി വന്നാൽ ജേർണലിസ്റ്റുകളൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. അത് വളരെ സൈലന്റ്, ഇവർ സ്ത്രീകളുടെ ഇടയിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിലാണ് പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഈ പിന്നെ ഈ എന്താണ് ന്യായപദ്ധതി പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ഈ പറഞ്ഞ പഠന പത്രിക കൂടുതൽ ചർച്ചയാവുന്നത്. എനിക്കൊന്ന് യൂത്തിൻ്റെ ഇടയ്ക്ക് ഒരുപക്ഷെ കൂടുതൽ വോട്ട് ഇവർക്ക് കോൺഗ്രസ് ഒരുപക്ഷെ അർബൻ ഏരിയയിലൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. ഇന്ത്യ സഖ്യത്തിന് ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അതർവൈസ് മോഡി ഒരു എന്തായാലും 330 വരെയുള്ള NDAക്ക് ഒരു 330, BJPക്ക് ഒരു 300 വരെയുള്ള സീറ്റുകൾ കിട്ടി അവർ കൺസോൾഡേറ്റ് വരും. കാരണം ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഉത്തരേന്ത്യയിലെ മണ്ണ് ആ കാലഘട്ടത്തിൽ കൺസോൾഡേറ്റ് ചെയ്ത് വെച്ചത്, അതേപോലെ കൺസോൾഡേറ്റ് ചെയ്ത് വെക്കുകയും എന്നാൽ പ്രസൻസ് ഇല്ലാത്ത ഇപ്പോൾ കേരളം പോലുള്ള പ്രദേശത്ത് പോലും സീറ്റുകൾ നേടിയെടുക്കാൻ ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1-2 സീറ്റ് കണ്ടു മടുത്തതല്ലേ, ഇനി അതുകൊണ്ടൊന്ന് മാറ്റി ചെയ്യാമെന്ന് ആരെയും വിചാരിച്ച് 2 സീറ്റ് കുറഞ്ഞാൽ പോലെ അത് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് 2 സീറ്റുകൾ തിരുവനന്തപുരം, തൃശ്ശൂർ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. അതുപോലെ തന്നെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പിന്നെ സഖ്യം അവർ ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നിയമസഭാ ഇലക്ഷനിൽ ഒറീസയിൽ ബിജു ജനതാദൾ വന്നാൽ പോലും ലോക്സഭാ ഇലക്ഷനിൽ BJP മുൻതൂക്കം കൊണ്ടാൻ സാധ്യതയുണ്ട്. ബംഗാളിൽ 3-4 സീറ്റ് കൂടുതൽ സാധ്യതയുണ്ട്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഒരുപക്ഷെ കുറയാൻ മാർജിനായി കുറയാൻ സാധ്യതയുള്ള സീറ്റുകളെ അവർക്ക് മറികടക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ അനൂപ് സൂചിപ്പിച്ച കാര്യമുണ്ട്, ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഗാന്ധി സിനിമ കണ്ടതിന് ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ അറിഞ്ഞത് എന്ന്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് മൂപ്പര് ട്രോളാക്കിയതാണ്. ഇടയ്ക്ക് ട്രോളൊക്കെ അല്ല, BJPക്കാരെ ആവേശം കൊള്ളിക്കാനും മറ്റുള്ളവരെ നെഗറ്റീവായി കാണിക്കാനും മോഡി ട്രോള വെക്കുന്ന പരിഹാസത്തിനുണ്ടല്ലോ. മോഡി ഉസ്താദാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിയെ വെച്ചുകൊണ്ട് ട്രോൾ അതിപ്പം അല്ല, ഇത് മഹാത്മാഗാന്ധി അല്ലല്ലോ ട്രോളാക്കിയത്. കോൺഗ്രസ്സുകാർക്കും മറ്റേ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇട്ട് പണി കൊടുത്തതല്ലേ, മഹാത്മാഗാന്ധിയെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. സത്യത്തിൽ മഹാത്മാഗാന്ധി ഇത്രയും വലിയ ഗാന്ധി സിനിമ വരാൻ കാരണം എന്താ? അതിന് മുമ്പേ ഗാന്ധിനെ അറിയാവുന്ന ഐൻസ്റ്റീൻ ഗാന്ധിയെ പറ്റി എന്താണ് പറഞ്ഞത്? ലോകം മൊത്തം അറിയാവുന്നതല്ലേ. മണ്ടേല, അതുപോലെ പിന്നെ കെനിയയിൽ അന്നത്തെ പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനി, ഇവരെല്ലാം തന്നെ ഇവർക്കെല്ലാം ആവേശം കൊടുത്ത ആളല്ലേ മഹാത്മാഗാന്ധി. അത് മൂപ്പര് ഈ പറഞ്ഞ കോൺഗ്രസിനെ ഒന്ന് ഡിമോലൈസ് ചെയ്യാനും BJPയിലെ ഈ ട്രോള വെക്കുന്ന പയ്യന്മാർക്ക് ഒന്ന് ആഘോഷിക്കാനും ഒരു സംഭവം ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ പക്ഷേ അനൂപ് അതിനോട് യോജിക്കില്ല. അനൂപ് അങ്ങനെയല്ലല്ലോ. എന്തായാലും അല്ല,
അല്ല, അങ്ങനെ ട്രോൾ ഇറക്കേണ്ട ആളാണ് മഹാത്മാഗാന്ധി എന്ന് നിസാർ, അതൊന്നും പ്രശ്നമില്ല എന്ന് ഫക്രുദ്ദീന് തോന്നുന്നെങ്കിൽ ഞാൻ എന്ത് പറയാൻ? എന്റെ തോന്നലല്ല, എന്റെ തോന്നലല്ല എന്റെ റീഡിംഗ് ആണ് കാര്യത്തിൽ. മോഡി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതല്ല, അതിപ്പോ ഞാൻ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഇമോഷൻ ഇല്ലാതെ തന്നെയാണ് കാണുന്നത്. കാരണം മോഡി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ നോക്കും. മോഡിയെ പഠിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ, മഹാത്മാഗാന്ധി അറിയുന്ന ആളെന്ന രീതിയിൽ സ്വാഭാവികം എനിക്കതല്ല വേറെ ഒന്നും തോന്നുന്നില്ല. കാരണം മഹാത്മാഗാന്ധിയെ ലോകം മൊത്തം അറിയാവുന്ന ആളാണ്. ഇപ്പൊ ഐൻസ്റ്റീൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് എല്ലായിടത്തും സ്വാതന്ത്ര്യ സമര സേനാനികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളെ ലോകം അറിയില്ല എന്ന് പറഞ്ഞാൽ എവിടെ മനസ്സിലാവുക? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഉപരി സ്ഥിരം ഇറക്കുന്ന ട്രോളുകൾ പോലെ ട്രോളായിട്ട് എനിക്ക് തോന്നി. അതിൽ ശരിയാണെന്നുള്ള വേറെ കാര്യം. പിന്നെ അനൂപ്, അതിന് മഹാത്മാഗാന്ധിയെ അപമാനിച്ചു മോദി, ഇതാണല്ലോ നിങ്ങളുടെ വെർഷൻ. തീർച്ചയായും മഹാത്മാഗാന്ധിയെ ഇവിടെ ഫക്രുദ്ദീൻ അലി തന്നെ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന് ഒരു ട്രോൾ എന്ന നിലയ്ക്കാണ് അതിനെ കാണുന്നത്. എന്താ അങ്ങനെ ട്രോൾ ചെയ്യാനുള്ള ആരെങ്കിലും മേലെ ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണ് ഗാന്ധി എന്ന് നരേന്ദ്രമോദി കരുതുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിക്കെതിരെയുള്ള അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? അദ്ദേഹം അങ്ങനെ ഈ പറയുന്ന അല്പത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കുറച്ചു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി, ആറ്റൻബറോയുടെ സിനിമ, അതിനെ ലാഘവത്തോടുകൂടി നിർമ്മമതയോടുകൂടി കാണാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഗാന്ധി അങ്ങനെയാണോ? ലോകത്തെ മുഴുവൻ പ്രചോദിപ്പിച്ച, ലോകത്തിന് വിളക്കും വെളിച്ചവുമായ, ഈ പറയുന്ന നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മണ്ടേലെ പോലെ, ഐൻസ്റ്റീൻ പോലുള്ള ആളുകളുടെ ആശാകേന്ദ്രമായ, ലോകത്തെങ്ങുമുള്ള പ്രതിരോധ മൂവ്മെന്റുകൾക്ക് ആത്മീയ പ്രചോദനമായൊരു മനുഷ്യനെ ഈ പറയുന്ന തരത്തിൽ അപമാനിച്ചതിന് ശേഷം അതിനെ ലാഘവത്തോടു കൂടി നൊബേൽ കമ്മിറ്റി പോലും പിന്നീട് മാപ്പ് ഗാന്ധിജിക്ക് കൊടുക്കാൻ പറ്റാത്തതിൽ. അതെ മഞ്ജുഷ്, വേദാനുണ്ട്. കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഞാനും മഞ്ജുഷും തെരുവ് കിടക്കുന്ന ഒരു സാധാരണ മനുഷ്യനും നരേന്ദ്രമോദി, മഹാത്മാഗാന്ധി, ടാഗോർ ഒക്കെ ഒരേപോലെ ഡീൽ ചെയ്യപ്പെടേണ്ടതാണെന്നാണ്. ആർക്കും ഒരു പ്രത്യേക ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് സോ കോൾഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കേരളത്തിൽ ഇപ്പോൾ ആഘോഷിപ്പെടുന്ന സാധനം പറയും. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ എന്തോ യാഗവുമായിട്ട് സന്യസിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, ഞാനത് മിണ്ടാതിരുന്നതിന്, പക്ഷേ പറഞ്ഞിട്ടില്ല. ശരി, നമ്മളെ ഈ സപ്താഹം വായിക്കുന്ന യോഗാചാര്യന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം മുമ്പുള്ള ദ്വാപര യുഗത്തിലൊക്കെ നമ്മൾ ഈ കാട്ടിൽ പോയിട്ട് മരത്തിൻ്റെ മുകളിൽ ഒറ്റക്കാലത്ത് അവസ്ഥ ചെയ്താൽ മാത്രമേ ഈ പറയുന്നതിൻ്റെ ഈ ദൈവത്തെ നമുക്ക് സ്മരിക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം അന്ന് ധർമ്മമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഇന്ന് ഇത്രയും നമ്മൾ പ്രശ്നങ്ങൾ മായയുടെ പിടുത്തം അതിശക്തമായ ഒരു സാഹചര്യത്തിൽ ജസ്റ്റ് ഒന്ന് രാമനാമൻ ജപിച്ചാൽ വരെ അത് തപസ്സിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം ബിഗ് ബോസ് പോലെയുള്ള ഒരു ചുറ്റുപാടിൽ ഇത്രമാത്രം ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മോഡിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഈ പറയുന്ന തപസ്സിനെ പറ്റിയൊക്കെ പഠിച്ച ആളുകൾ. ശരിയാണ്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സ്വകാര്യത വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. സുരക്ഷാ ഭടന്മാരാൽ വലയം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ശ്രീ ടി പി ജയേന്ദ്രൻ, ഈ താങ്കൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്ന ഇക്കാര്യത്തിലാണല്ലോ. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയായി പോയി പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത് എന്നുള്ള കാര്യം. ഗാന്ധി സിനിമ കണ്ടതിന് ശേഷമാണ് ലോകം ഗാന്ധിജിയെ അറിഞ്ഞത് എന്ന മോദിയുടെ പ്രസ്താവന. ശരി, ടി പി ജയേന്ദ്രൻ, താങ്കളുടെ മറുപടി. മഞ്ജുഷേ, അനൂപിന്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ മഞ്ജുഷിന്റെ നമ്പറും ഉണ്ട്, ഫക്രുദ്ദീൻ അലിയുടെ നമ്പറും ഉണ്ട്. രണ്ടുപേർക്കും ഞാൻ ഈ ABP ന്യൂസിൽ നരേന്ദ്രമോദി കൊടുത്ത ഇന്റർവ്യൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അയച്ചു വന്നിട്ടുണ്ട്. ഇവിടെ പൊട്ടൻ ആനയെ കണ്ട മാതിരിയിൽ കണ്ടമുറി ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചവര് ആരോ എഴുതി കൊടുക്കുന്ന വാട്സപ്പിലെ ചില വാക്കുകൾ വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമായത്. ഇത് നമ്മൾ അനുഭവിച്ചതല്ലേ. ഒരു 15 ലക്ഷം ഉറുപ്പിക അക്കൗണ്ടിൽ ഇടുന്ന കഥ പണ്ട് പറഞ്ഞിരുന്നു. അത് ഞാൻ അടുത്ത് കണ്ടത് കേരളത്തിൽ അത് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുത്ത ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ പറഞ്ഞപ്പോൾ, ചേട്ടാ അങ്ങനെയല്ല മോദി ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കൊടുത്ത് ഞാൻ കേട്ടു. ഞാൻ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ വായിക്കാം. എന്താണ്? മോഡി വാസ് ആൻസറിംഗ് ടു എ ക്വസ്റ്റ്യൻ. ഇൻ ദ പാസ്റ്റ് 75 years, was it not our responsibility to let the world know about him? No one knew of him. അതായത് പദ്യപ്രവർത്തകർ ചോദിക്കുകയാണ്, കഴിഞ്ഞ 75 വർഷമായി ലോകം ഗാന്ധിജി അറിയപ്പെട്ടിട്ടുണ്ടോ വേണ്ടതുപോലെ? അത് നമ്മുടെ ചുമതലയായില്ലേ? എന്താണ് മോഡി പറയുന്നത്? പാസ്റ്റ് ഗവൺമെന്റ്സ് ഡിഡിന്റ് കൺസേർവ് ഹെറിറ്റേജ് ഡ്യൂ ടു ദ സ്ലേവ് മെന്റാലിറ്റി വിത്തിൻ ദ ഫിലിം. മെന്റാലിറ്റി ഫുൾ സ്റ്റോപ്പ്. വെൻ ദ ഫിലിം ഗാന്ധി വാസ് മെയ്ഡ്, it attracted global interest. We have not done this. The film, it was done by India UK co-production by Richard Attenborough.
If the world knows Martin Luther King and Nelson Mandela, Gandhiji was no less. This I am stating after my worldwide travels. We have to accept that Gandhi and his thought through him, India should have received its share of attention in the world. Gandhi is a solution to many of the global issues today. വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്ത ലോകത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്നും കോൺഗ്രസിന്റെ നശിച്ച മെന്റാലിറ്റി ആ ഗാന്ധിയുടെ പേര് ദുരുപയോഗം ചെയ്ത് ഒരു കുടുംബത്തെ അംശാധിപത്യത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ ആ പാവപ്പെട്ട മനുഷ്യന്റെ പ്രചരണത്തിന് അവരുടെ സ്ലേവ് മെന്റാലിറ്റി ഒരിക്കലും അനുവദിച്ചില്ല. അദ്ദേഹം പറയുന്നു, ഞാനിത് പറയുന്നത് ലോകമെമ്പാടും സഞ്ചരിച്ചതിന്റെ അനുഭവത്തിൽ ഏതുപോലെയാണോ മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും ലോകത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപകാരപ്രദമാകുന്നത്, അതിനേക്കാൾ പ്രസക്തമായ ഈ ഗാന്ധിയെ ഒരുപക്ഷെ UK-യിലെ ആറ്റൻബറോ ഒരു സിനിമ ഉണ്ടാക്കിയതിന് ശേഷമാണ് അല്പമെങ്കിലും ലോകം അറിയാൻ തുടങ്ങിയത്. ഇതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുന്നത് വന്ന് മോഡി നേരത്തെ പറഞ്ഞ മാതിരി വിളമ്പുന്ന, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദി ഇതിനകത്ത് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഈ വിഷയം മറ്റൊരു ദിവസം വിശദമായി ചർച്ച ചെയ്യാം. എന്തായാലും ഇക്കാര്യത്തിൽ വിവാദം അവസാനിക്കുമോ എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത്തവണ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പറഞ്ഞിട്ടുണ്ട്. എന്തോ മോഡി പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അനൂപ് തുടർന്നോളൂ. മനസ്സിലാവായിട്ടാ, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അനൂപ് എന്റെ കുഴപ്പമില്ല. ആറ്റൻബറയുടെ സിനിമ വന്നതിന് ശേഷമാണ് ഗാന്ധി പുറലോകം അറിഞ്ഞത് എന്ന് അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നു. അദ്ദേഹം പറയുന്ന അല്ല, എന്റെ നമ്പറിലേക്കൊക്കെ അയച്ചോ, അതിനൊന്നും പ്രശ്നമില്ല. എന്റെ നമ്പർ മഞ്ജുഷോട് ചോദിച്ചാൽ കിട്ടും. നമ്പറിന്റെ പ്രശ്നമൊന്നുമല്ല. മണ്ഡപത്തിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന്റെയാണ്. ഇനി അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി വരാനുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒരു മഹാചിന്തകൻ, ഒരു മഹാനായ ജീവിതദർശനം അവതരിപ്പിച്ച ഒരാൾ ആറ്റൻബറയുടെ സിനിമയ്ക്ക് ശേഷമാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നതിലും വലിയ അല്പത്തരം എന്താണുള്ളത്? നോബൽ അവസാനിപ്പിക്കുകയാണ്. അനൂപ് നന്ദി. പങ്കെടുത്തതിന് നന്ദി. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: 3ാം വരവ് ഉറപ്പിച്ചിട്ടോ മോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം? അതേന്ന് 60% പ്രേക്ഷകർ, അല്ലെന്ന് 37%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.